വരാൻ പോകുന്ന 5 വർഷത്തേക്ക് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഭരിക്കുവാനുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ അടുത്ത ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ കേരളം വീണ്ടും ബൂത്തിലേക്ക് പോവുകയാണ്. 2 ഘട്ടങ്ങളായി നടക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായ ഡിസംബർ 9-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിലും 11-ാം തീയതി തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും. 13-ാം തീയതി ശനിയാഴ്ച വോട്ടുകൾ എണ്ണി വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. 1990 മുതൽ തിരഞ്ഞെടുപ്പ് സംബന്ധമായ നിയമവ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഇല്ല എങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ തന്നെയാണ് മട്ടന്നൂരും. ത്രിതല പഞ്ചായത്തിൽ 1799 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. സംസ്ഥാനത്താകെ 33,746 പോളിംഗ് സ്റ്റേഷനുകളും 1,37,922 ബാലറ്റ് യൂണിറ്റുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സേവനത്തിനായി 1,249 റിട്ടേണിംഗ് ഓഫീസർമാരും 50,691 കൺട്രോൾ യൂണിറ്റുകളും 70,000 പോലീസ് ഉദ്യോഗസ്ഥന്മാരും തെരഞ്ഞെടുപ്പ് സേവനത്തിനായി രംഗത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ശക്തമായി നിലനിൽക്കുന്നതിനാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാൻ ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ മുൻപ് തന്നെ കമ്മീഷൻ പുറത്ത് വിട്ടിരുന്നതാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങളും അടവ് നയങ്ങളുമായി പ്രമുഖ മുന്നണികൾ കളത്തിൽ ഇറങ്ങി ശക്തമായ നീക്കങ്ങൾ നടത്തി. എന്നാൽ മോഷണക്കേസിൽ ഭരണപക്ഷവും പെണ്ണുകേസിൽ പ്രതിപക്ഷവും ആടിയുലഞ്ഞതിനാൽ നേരെയൊവ്വെ പുറത്തിറങ്ങി പ്രചാരണം നടത്താനോ സ്ക്വാഡ് വർക്കുകൾക്കായി വീടുകൾ കയറിയിറങ്ങാനോ കഴിയാതെ ആകെ നാണം കെട്ടു നിൽക്കുന്ന കാഴ്ചകൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുവാൻ കൊണ്ടുപോയി അതിലെ സ്വർണം മുഴുവൻ അടിച്ചുമാറ്റി വിറ്റ കേസ് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കുമേറ്റ കനത്ത മുറിവായി മാറിയിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു തന്ത്രി അകത്ത് കിടന്ന് അഴിയെണ്ണുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റുമാരായിരുന്ന എൻ വാസു, എ പത്മകുമാർ എന്നിവർ കൂടി അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ ആയതോടെ പെട്ടുപോയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള നടന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആയതിനാൽ ആലിൻകായി പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായിൽ പുണ്ണ് എന്ന വല്ലാത്ത പരുവക്കേടിൽ ഇലക്ഷൻ പ്രചാരണ രംഗത്ത് ഇഴയുന്ന ഇടതുപക്ഷത്തെയാണ് കേരളം കണ്ടത്. നേരെ മറുവശത്ത് അതിര് കവിഞ്ഞ ആത്മവിശ്വാസത്തോടെ ആയിരുന്നു കോൺഗ്രസ് പാർട്ടി ഇലക്ഷൻ പ്രചാരണ രംഗത്ത് ഇറങ്ങിയത്. ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഒരുപടി മുൻപേ തന്നെ പ്രചാരണങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. ഭരണത്തിൽ കയറിയ കാലം മുതൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും അഴിമതികളുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കൊള്ളയുടെയും ആരോപണങ്ങളുടെ ശരശയ്യയിൽ പുളഞ്ഞ പിണറായി ഭരണകൂടം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് വെറുപ്പിന്റെ പരമ കോടിയാണ്. എങ്ങനെയെങ്കിലും ഈ മുന്നണിയെ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് അടിച്ചു പുറത്താക്കണമെന്നത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുകയാണ് എന്ന വിവരം ഒരു പരിധിവരെ ഏവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അടുത്ത ഓപ്ഷനായ UDF മുന്നണിക്ക് സ്വാഭാവികമായ ഒരു മേൽക്കൈ ഉണ്ടായിരിക്കുകയുമായിരുന്നു. വാസ്തവത്തിൽ ഇടതുപക്ഷത്തെ എളുപ്പത്തിൽ വെട്ടിമാറ്റിക്കൊണ്ട് കൂളായി ജയിച്ചു കയറാൻ പോകുന്ന പരിവേഷമോ അത്ര ശക്തമായ ഒരു ഫിറ്റ്നസോ ഒന്നും കേരളത്തിലെ UDFന് ഉണ്ടായിട്ടല്ല. മറിച്ച് പടക്കളത്തിൽ നിൽക്കുമ്പോൾ ശത്രുവിന്റെ പരാജയം എതിരാളിക്ക് ഗുണമായി മാറുന്നത് പോലെയുള്ള ഒരു സ്വീകാര്യത മാത്രമാണ് നല്ല ഒരു നേതൃത്വമോ ഐക്യമോ ഒന്നുമില്ലാതെ പരസ്യ വിഴുപ്പലക്കലിന്റെയും തൊഴുത്തിൽ കുത്തിന്റെയും ആഴങ്ങളിൽ ഗവേഷണം ചെയ്യുന്ന UDFന് കിട്ടിയത്. എന്നാൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലാണ് പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസിന്റെ നേതാവും കൂടിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉയർന്നു വരികയും ഇരയെന്ന് കരുതുന്ന സ്ത്രീ നേരിട്ട് ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തത്. പൊതുപ്രവർത്തകന്റെ പരസ്യ ജീവിതം മാത്രമാണ് പലപ്പോഴും ജനങ്ങൾ കാണുന്നത്. രഹസ്യ ജീവിതത്തിൽ ആരൊക്കെ എത്രത്തോളം ആഭാസന്മാരാണ് എന്ന കാര്യം അവർക്ക് ജയ് വിളിക്കുന്നവർക്ക് പോലും അറിയില്ല എങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏതായാലും ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാങ്കൂട്ടത്തിനെതിരെ പൊങ്ങി വന്നത് കേവലം ആരോപണങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അവിടെ നിന്നെല്ലാം പോയി എന്നുള്ളതാണ് വാസ്തവം. അത്യാവശ്യം വൃത്തികേടില്ലാത്ത ഒരു മുഖവും നന്നായി ചിരിക്കാനും സംസാരിക്കാനുമുള്ള കഴിവും ഉള്ളതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പരമവിശുദ്ധ പുണ്യവാളൻ ആണെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. എന്നാൽ ബലാത്സംഗത്തിന് ഇരയാവുകയും അതിന്റെ അനന്തര ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ട്
മാസങ്ങൾ പലത് കഴിഞ്ഞുവെങ്കിലും പരാതിയുമായി രംഗത്തെത്താൻ ഈ ഇലക്ഷൻ സമയം തന്നെ തെരഞ്ഞെടുത്തതും ഒളിവിൽ കഴിയുന്ന മാങ്കൂട്ടത്തിലിനെ പൊക്കാൻ കഴിയാതെ ഇന്ത്യയിലെ പോലീസ് സേനയിൽ മോസ്റ്റ് ബ്രില്യന്റായ കേരള പോലീസ് ഇരുട്ടിൽ തപ്പുന്നതായി അഭിനയിച്ചതും ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില കളികളാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ സന്ദേഹിച്ചു പോവുകയാണ്. സർക്കാരിനെ പ്രതിസന്ധിയിൽ ആഴ്ത്തുന്ന ഒരു കാര്യം വരുമ്പോൾ അത് എങ്ങനെ മറികടക്കണമെന്നും ആരെ എപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിറക്കണമെന്നും എപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നും അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയി പ്രശ്നം ലൈവാക്കി നിർത്തണമെന്നും അത്തരത്തിലുള്ള ആഭ്യന്തര പരിപാടികളെല്ലാം എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തി വിവാദങ്ങളെ മറികടക്കണമെന്നും നന്നായിട്ട് അറിയാവുന്ന ഒരു ആഭ്യന്തരമന്ത്രി മുന്നണി നേതാവായിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മേൽപ്പടി സന്ദേഹം തികച്ചും ന്യായം തന്നെയാണ്. ഏതായാലും രാഷ്ട്രീയ മുതലെടുപ്പുകൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ തെറ്റ് ആര് ചെയ്താലും അതിന് തത്തുല്യമായി നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ ഏറ്റുവാങ്ങുക തന്നെ വേണം. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മുഖം രക്ഷിക്കാൻ ഭരണപക്ഷം പ്രതിപക്ഷത്തിന്റെ മുഖത്തെ വികൃതമാക്കിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും ഈ ഇലക്ഷനിൽ ചർച്ചയായില്ലെന്ന കാര്യം പറയാതെ തരമില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വെച്ച ആശങ്കകൾ ഒന്നും പരിഹരിക്കാതെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒട്ടിക്കലാശിക്കുന്നത് കടുത്ത ധാർമ്മിക രോഷം തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്യന്തം ഗൗരവമായി ഈ വിഷയം ഷെക്കേന ചർച്ചയ്ക്കെടുത്തപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാവായ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായിട്ട് വലിയ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ ഇലക്ഷൻ എന്ന് കാണുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലാണ് കൃത്യമായിട്ടും നമ്മൾ മുമ്പോട്ട് വെക്കേണ്ട സേവന വിഷയങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യുന്നതിന് പകരം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ഗർഭ വിഷയങ്ങളും സ്ത്രീ വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് പൊതുസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ഡൈവേർട്ട് ചെയ്ത് ഏതെങ്കിലും വിധത്തിൽ ഇത്തരം പെൺവാണിഭ കേസുകളെ ഉയർത്തി കാണിച്ച് വിജയം നേടാനുള്ള ഒരു പരിശ്രമം ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ആ പരിശ്രമങ്ങളെയൊക്കെ ഒരു പരിധിവരെ കേരളത്തിലെ മുഖ്യധാരാ ദൃശ്യ മാധ്യമങ്ങൾ അടക്കം അതിന് ഓശാന പാടുന്നൊരു കാര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അതിന്റെ പിന്നാലെ പോയി ജനകീയ വിഷയങ്ങളെ ചർച്ചയാക്കാതെ, ജനകീയ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാതെ, അവിടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അവർ പോകുന്നു. ആവശ്യമില്ലാതെ നമുക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ തമസ്കരിച്ച് കളയുന്ന ഒരു ബോധപൂർവമായ ശ്രമം ഇവിടെ ഭരണപക്ഷിയുടെ ഭാഗത്തുണ്ടാകുന്നു, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. ഇപ്പോ നമുക്കറിയാം കിഫ്ബി വിഷയത്തിലെ മസാല ബോണ്ട് വിഷയം, അതുപോലെ സ്വർണ്ണത്തട്ടിപ്പ്, ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് കേസുകള്, കേരളത്തിന്റെ പൊതുകടം ഈ സംവിധാനം ഇതിൽ ഭരണം ഏറ്റെടുക്കുമ്പോൾ 1.5 ലക്ഷം കോടിയായിരുന്നു, ഇപ്പൊ 5.5 ലക്ഷത്തിലധികമായി, 5.5 ലക്ഷം കോടിയിലധികമായി മാറി. മുനമ്പം വിഷയം പോലുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തെരുവുനായ ശല്യങ്ങൾ ശക്തമായി നിൽക്കുന്നു, വന്യമൃഗ ആക്രമണങ്ങൾ നിൽക്കുന്നു. പ്രാദേശിക അടിസ്ഥാനത്തില് വന്യമൃഗ ആക്രമണങ്ങളുടെ ഒക്കെ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ. അങ്ങനെയുള്ള വിഷയങ്ങൾ, തീവ്രവാദത്തിന്റെ വിളയാട്ടം, ഭീകരവാദത്തിന്റെ വിളയാട്ടം ഒരു വശത്ത് നിൽക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ അനധികൃത കുടിയേറ്റങ്ങൾ ഉണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് പോയി നിൽക്കുകയാണ് ചാനലുകൾ. അവിടെ എന്താണ് വീണ് കിട്ടുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഭരണകക്ഷി. അതിനെ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യേണ്ടത് നോക്കിയാണ് പ്രതിപക്ഷം. ഇതാണോ ജനാധിപത്യ ക്രമം? ഇതാണോ ജനാധിപത്യത്തിന്റെ സാമാന്യ മര്യാദ? ഈ ഒരു അപജയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓരോ പ്രാവശ്യവും, അത് നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും അത് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അതിലൊക്കെ ഇത്തരം ചില രാഷ്ട്രീയ അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത് ഇത്തരം ചില പുഴുക്കുത്തുകളെ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത, സമൂഹത്തിന് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ഒറ്റപ്പെട്ട വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുന്ന ബോധപൂർവമായ ഒരു ശ്രമം, അത് ജനാധിപത്യത്തിന് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇതല്ല നമ്മുടെ നാടിന്റെ വിഷയം, ഇതല്ല നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി ഈ ഫോർത്ത് എസ്റ്റേറ്റിന് ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ ഫോർത്ത് എസ്റ്റേറ്റ് അതിനെ നിയന്ത്രിക്കണം. അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട് സമൂഹത്തിൽ. അപ്പൊ എന്തുകൊണ്ടാണ് ഷെക്കീനാസ് ചർച്ച ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഇത് ശരിയല്ല എന്ന ബോധ്യവും ഉള്ളതുകൊണ്ടാണ് ഷെക്കീനാസ് ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും മറ്റു മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അതിനെ കാണുന്നില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോ
പ്രധാനപ്പെട്ട വിഷയങ്ങളെ സൈഡ് ലൈൻ ചെയ്തിട്ട് നിസ്സാര വിഷയങ്ങളെ പെരുപ്പിച്ച് കാണിക്കും. മുന്നണികളുടെ അവസരവാദ രാഷ്ട്രീയ മുതലെടുപ്പിന് ആക്കം കൂട്ടാൻ ഓരോ സമയത്തും ഓരോ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെ കാലങ്ങളായി പരിമിതികളിൽ നിന്നുകൊണ്ട് ന്യൂനപക്ഷം എന്ന നിലയിൽ അർഹതപ്പെട്ട അവകാശങ്ങളിൽ നിന്ന് പോലും ക്രൈസ്തവ സമൂഹത്തെ മനഃപൂർവ്വം സൈഡാക്കാനുള്ള ചില തൽപര കക്ഷികളുടെ നിഗൂഢ നീക്കത്തിന് കേരളത്തിലെ ഇടതരും വലതരും ഒന്നിച്ച് ചൂട്ടുപിടിച്ചു കൊടുക്കുകയാണ് എന്ന കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് ബാങ്കിന്റെ വലുപ്പം നോക്കി അപ്പുറത്ത് നിൽക്കുന്ന ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്ന വല്ലാത്തൊരു പ്രീണന രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എക്കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വോട്ട് ബാങ്ക് ആയിരുന്നില്ല. പൊതുവെ സമാധാനപരമായും ദൈവഭയത്തിൽ അധിഷ്ഠിതമായും ചിന്തിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോട് ആഭിമുഖ്യം പുലർത്തുന്ന നയമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെതെങ്കിലും തങ്ങളുടെ വോട്ടുകൾ ഒരു മുന്നണികൾക്കും ക്രൈസ്തവർ അടിയറ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ വരുന്ന ഘട്ടത്തിൽ വിഷയാധിഷ്ഠിത നിലപാടാണ് ക്രൈസ്തവ സമൂഹം സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കൊള്ളക്കാർക്ക് വോട്ട് ചെയ്യണോ അതോ സ്ത്രീ പീഡകന്മാർക്ക് വോട്ട് ചെയ്യണമോ എന്ന് ആശങ്കപ്പെടുന്ന ജനത്തിന് വ്യക്തമായ ദിശാബോധം കൊടുക്കുവാനും സഭയുടെ നിർദ്ദേശങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ക്രൈസ്തവർ ചിന്തിച്ച് വോട്ട് ചെയ്യണമെന്നും സഭയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നും അത് ദൈവരാജ്യത്തിന്റെ രാഷ്ട്രീയമാണെന്നും ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയെ മാനിക്കുന്നവരെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നും ആരെ തെരഞ്ഞെടുക്കണമെന്നതും ഏത് മുന്നണിയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കണമെന്നും ക്രൈസ്തവർ തീരുമാനിക്കണമെന്നുമാണ് തുടക്കത്തിലെ തന്നെ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ പേജിലൂടെ സഭ വ്യക്തമാക്കിയിട്ടുള്ളത്. മനുഷ്യനെ അടിമകളാക്കുന്ന സകല വ്യവസ്ഥിതികളിൽ നിന്നുള്ള മോചനം ഉറപ്പാക്കുന്ന മനുഷ്യ അന്തസ്സും അവകാശങ്ങളും തുല്യതയും മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സഭയുടേത് എന്നും ആ രാഷ്ട്രീയത്തെ മാനിക്കുന്നവരെയാണ് തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർ വിജയിപ്പിക്കേണ്ടത് എന്നും അധികാരമോഹികളും നിഷിദ്ധ താല്പര്യക്കാരും നീതിപൂർവമായ നിലപാടുകൾ എടുക്കാൻ ധൈര്യമില്ലാത്തവരും സംഘടിത ശക്തികളുടെ മുൻപിൽ പ്രീണനത്തിന്റെ വിലകെട്ട രാഷ്ട്രീയം ശീലമാക്കുന്നവരെയും വിലയിരുത്താനുള്ള സമയമാണിതെന്നും തുറന്നു പറയാനുള്ള ആർജവമാണ് സഭ ഇവിടെ കാണിച്ചത്. ഭരണഘടനയുടെ മുകളിൽ തങ്ങളുടെ ശരികൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെ പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കാൻ അനുവദിക്കുന്ന ഭീരുക്കളെയോ സ്വാർത്ഥരായ അധികാരമോഹികളെയോ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കരുത് എന്നും വോട്ട് ചെയ്യുന്നതിന് മുൻപ് മുനമ്പം വിഷയത്തിലെ അനീതി നിറഞ്ഞ പക്ഷം ചേരൽ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ 80-20 എന്ന അന്യായമായ ആ അനുപാതം, ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന അധിനിവേശ ശ്രമങ്ങളിൽ പുലർത്തിയ കുറ്റകരമായ മൗനം, മലയോര കർഷകരോടുള്ള സമീപനം, വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിൽ നാളിതുവരെ പുലർത്തുന്ന അനങ്ങാപ്പാറ നയം തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കണമെന്നുമുള്ള കാര്യം കൃത്യമായ ഒരു അവബോധം എന്ന വണ്ണം സഭ എല്ലാ വിശ്വാസികളോടുമായി വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ. ക്രൈസ്തവരെ വല്ലാതെ അങ്ങ് ഉദ്ധരിക്കുമെന്നും ഉയർത്തുമെന്നും ഒക്കെയുള്ള ആചാരവെടികളും തള്ളുകളുമായി പിണറായി സർക്കാർ തന്നെ ജസ്റ്റിസ് JB കോശിയെ നിയോഗിച്ച് ഉണ്ടാക്കിയ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തുവിടാതെ അതിന്മേൽ നടപടികൾ കൈക്കൊള്ളാതെ അതിൽ അടയിരിക്കുകയാണവർ. അതുകൂടാതെ ക്രൈസ്തവർ സമ്മർദ്ദത്തിലും ആശങ്കയിലുമൊക്കെ പെട്ടുപോയ സ്ഥാനത്തൊക്കെ ഇടതരും വലതരും ഒരുപോലെ അവരെ അവഗണിച്ച് നിൽക്കുക തന്നെയായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ. എന്നാൽ ക്രൈസ്തവരെക്കാൾ അല്പം വോട്ടോഹരി കൂടുതലുള്ള ന്യൂനപക്ഷ സമൂഹത്തെ വെറുപ്പിക്കാതെ കൂടെ നിർത്താൻ ഏതറ്റം വരെയും പോയി പ്രീണന രാഷ്ട്രീയത്തിന്റെ അന്തസ്സില്ലാത്ത 2ാം നമ്പർ കളികളാണ് ഇടതരും വലതരും പുറത്തെടുത്തത്. നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തീവ്ര സ്വഭാവമുള്ള വെൽഫെയർ പാർട്ടിയുടെ വോട്ട് കൂടി വാങ്ങിയായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. ലീഗുമായോ ഇസ്ലാമിക പാർട്ടികളുമായോ ഒന്നും ഒരിക്കലും സഹകരിക്കാതെ തികഞ്ഞ മതേതരവാദിയായി ജയിച്ച ചരിത്രമുള്ള ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനായ ഷൗക്കത്ത് മത്സരിക്കുമ്പോഴായിരുന്നു ഏത് വിധേനയും വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാനുള്ള താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമി ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, നല്ല പിള്ളകളാണ് എന്ന ക്ലീൻ ചിറ്റുമായി VD സതീശൻ രംഗത്തിറങ്ങിയത്. ഇക്കുറി ചില എതിർപ്പുകളൊക്കെ ഉണ്ടാവുകയും ഇസ്ലാമിലെ ശക്തരായ സമസ്ത തന്നെ ജമായത്തെ ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തുവെങ്കിലും സതീശൻ അവർകൾ വെൽഫെയറിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. ചില സ്ഥലങ്ങളിൽ UDF-ന് വേണ്ടി മത്സരിക്കുന്നത് തന്നെ വെൽഫെയറുകാരാണ് എന്നതാണ് ഏറെ അത്ഭുതകരമായ വസ്തുത. മദനിയുടെ തീവ്ര ഇസ്ലാമിക പാർട്ടിയായ PDPയുടെ വോട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് CPM ഇക്കാലം അത്രയും തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി SDPIയുമായി കൂട്ടുചേർന്നാണ് ഇടതർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കാനെന്ന പേരിൽ ക്രൈസ്തവരെയും ഹൈന്ദവരെയും വംശഹത്യ ചെയ്ത് 2047ഓടെ ഇന്ത്യയുടെ ഭരണം പിടിക്കാനിറങ്ങിയ പോപ്പുലർ ഫ്രണ്ടുകളെ കേന്ദ്ര സർക്കാർ ഇറങ്ങി പൂട്ടിക്കെട്ടി അകത്തിട്ടപ്പോൾ അകത്ത് കയറാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരെല്ലാം കേറിക്കൂടിയിരിക്കുന്ന SDPIയുമായി ഇടതർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബാന്ധവം അങ്ങേയറ്റം ആപൽക്കരം തന്നെയാണ്. ക്രൈസ്തവ സമുദായത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യാനുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പള്ളുരുത്തിയിൽ ഇറങ്ങിക്കളിച്ചത് ആരാണെന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ 47 വാർഡുകളിൽ അടക്കം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും SDPIയുടെ പിന്തുണ മേടിച്ചുകൊണ്ടാണ് ഇക്കുറി ഇടതർ മത്സര രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. പണ്ട് നാദാപുരത്ത് ഇന്തോളി ബിനു, എറണാകുളം മഹാരാജാസിലിട്ട് അഭിമന്യു എന്നീ ഇടത് സഖാക്കന്മാരെ ക്രൂരമായി വെട്ടിക്കൊന്നവരോട് കക്ഷി ചേരാനോ അവരുടെ വോട്ട് വാങ്ങിക്കാനോ ഒരു മടിയും കാണിക്കാത്ത ഇടതർ ഇക്കുറി കണ്ണമംഗലം പഞ്ചായത്തിലെ വാർഡിൽ പിന്തുണച്ചിരിക്കുന്നതാകട്ടെ UAPA കേസിൽ അകത്ത് കിടന്ന PFI നേതാവ് സിദ്ദിഖ് കാപ്പന്റെ ഭാര്യയെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു കാര്യം തീർത്ത് പറയുന്നത്. ഇടതർക്കും വലതർക്കും നൽകുന്ന ഓരോ വോട്ടിലൂടെയും നാം ഒരുക്കുന്നത് കൃത്യമായ അജണ്ടകളോടെ നമ്മുടെ സമൂഹത്തിൽ വ്യാപരിക്കുന്ന ഇസ്ലാമിക ഭീകര ശക്തികൾക്ക് വളരാനുള്ള വഴികൾ കൂടിയാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് എന്ന കാര്യം ഒരിക്കലും മറന്നുകൂടാ. ഇനി ഇത് മാത്രമല്ല, കേരളത്തിലെ യുവജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാതെ പോയി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം. ഇതുകൂടാതെ ആസൂത്രിതമായി മാരക രോഗങ്ങൾ കടിപ്പെടുത്തി കളയുന്ന സ്ഥിതിവിശേഷങ്ങളും തൊഴിലില്ലായ്മകളുമെല്ലാം ഇവിടെ ചർച്ചയാകാതെ പോവുകയാണ് ഉണ്ടായത്. ഇത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെയാണ് വിവാദങ്ങളുടെ പുകമറ ഉണ്ടാക്കിക്കൊണ്ട് മുന്നണികൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അതേക്കുറിച്ച് ഷെക്കേന ചർച്ച ചെയ്തപ്പോൾ മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പനും സാമൂഹിക നിരീക്ഷകനായ അമൽ സിറിയക്കും പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് 9-ാം തീയതി നടക്കും. 8-ാം തീയതി നിശബ്ദ പ്രചരണത്തിന് മാത്രമേ അനുവാദമുള്ളൂ. അപ്പോൾ 5, 6, 7, 3 ദിവസങ്ങൾ കൊണ്ട് പരസ്യമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കേണ്ട ഒരു സമയമാണ്. ഇത്രയും അവസാന ഘട്ടത്തിലായിട്ട് പോലും, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയം അത് തന്നെയാണല്ലോ, ഈ അവസാന ഘട്ടത്തിലായിട്ട് പോലും എന്തുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, മുന്നണികൾ തയ്യാറാവുന്നു? അത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്ന, പൊതുസമൂഹം ഉയർത്തിക്കൊണ്ടുവന്ന വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും, സംരംഭത്വ മേഖലയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. വികസനവുമായി ബന്ധപ്പെട്ട് അത് ചർച്ചയാവുന്നില്ല എന്ന് പോട്ടെ, ക്രൈസ്തവ സമുദായം ചിന്തിക്കേണ്ടത്, നമ്മൾ അഭിമുഖീകരിക്കുകയും അതിന്റെ പേരിൽ സ്വരമുയർത്തിക്കൊണ്ടുവരികയും ചെയ്ത JB കോശി കമ്മീഷൻ ആയിട്ടുള്ള വിഷയം, ക്രൈസ്തവ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുമാന മാർഗം കണ്ടെത്തുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ ആരും ചർച്ചയാക്കുന്നില്ല എന്നല്ല, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിൽ പ്രതികൾ, ചാക്കോ സാർ പറഞ്ഞല്ലോ, പ്രതികൾ രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല. രാഷ്ട്രീയ നേതൃത്വത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം, ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം, ജനങ്ങളുടെ പക്ഷം പറയേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കില്ല. എന്തുകൊണ്ടത് മാധ്യമങ്ങൾ ചർച്ചയാക്കപ്പെടുന്നില്ല എന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. സ്റ്റേറ്റ് ലെവലിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അടക്കം, അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസ്, ഇതൊക്കെ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒന്ന് തിരിച്ചറിയും കൂടെ വേണം കേട്ടോ. ഈ ചാനലിലായിട്ട് ഞാനത് ഓപ്പണായിട്ട് പറയാം. ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന നമ്മുടെ സമുദായത്തിന് നേരിട്ടിരിക്കുന്ന വെല്ലുവിളികൾ, അത് ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ. ആ വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് വിശ്വാസം മാത്രം പോരാ, സഭാസ്നേഹം വേണം, സമുദായ ബോധം വേണം. സമുദായ ബോധമുണ്ടെങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി നിൽക്കാതെ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട്, ഒരു രാഷ്ട്രീയം നോക്കണ്ട, ഏത് കക്ഷികളിലുള്ളവർ നല്ലവരായി, നാട് നല്ലവരായിട്ട് വന്നോട്ടെ, അത്തരമൊരു ചിന്തയിലേക്ക് പോലും കടക്കാത്തത് എന്തുകൊണ്ടാണ്? ഷോ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയമാണ്. ജനങ്ങളെ എതിർക്കുന്നവർക്ക്, വികസനം ചർച്ച ചെയ്യാത്തവർക്ക്, ഇവിടുത്തെ മത തീവ്രവാദം ചർച്ച ചെയ്യാത്തവർക്ക്, സാമൂഹിക നീതി ഉറപ്പുവരുത്താത്തവർക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയമാണ്. അതിന് ജനം തയ്യാറാണ്, എങ്കിലേ തിരുത്തപ്പെടുകയുള്ളൂ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും. നമ്മുടെ രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ഈ വിഷയങ്ങള്, അതായത് ഈ മയക്കുമരുന്നിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗങ്ങള്,
അതോടൊപ്പം തന്നെ ഈ ലൈംഗികപരമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ തന്നെ വാർത്തയാകുകയും കാണുകയും ചെയ്യുന്നതാണ്. അതേസമയം അതിന് ഒരു പര്യവസാനമില്ലാത്ത രീതിയിൽ അത് വർദ്ധിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ കൃത്യമായ ഒരു നിലപാടെടുക്കാതെ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ പോലീസ് തലപ്പത്തുള്ള ആൾക്കാരും പെരുമാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഇത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം പറയുകയാണെങ്കിൽ ശരിക്കും ആത്മാർത്ഥത ഇല്ല. അതായത് മറ്റൊരു വീട്ടിലെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാലും ഞങ്ങൾ എന്തിനാണ് നോക്കേണ്ടത് എന്നൊരു ആത്മാർത്ഥതയൊന്നും സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്കോ ഇല്ല. ചില നിയമങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ആ ഒരു നിയമത്തിന്റെ കാര്യത്തിൽ ഒരുത്തനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒന്ന് ചോദ്യം ചെയ്യുക, അവനെ വിടുക, അല്ലെങ്കിൽ അവന് ജാമ്യം നിൽക്കാൻ ആളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് അവനെ വിടുക, അല്ലെങ്കിൽ പൈസ മേടിച്ചൊക്കെ വിടുക. ആ ഒരു സമ്പ്രദായത്തിലൂടെയാണ് നമ്മുടെ സർക്കാർ സംവിധാനവും ഈ ഒരു ആഭ്യന്തര വകുപ്പിന്റെ സംവിധാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുക. ശാശ്വതമായ ഒരു പരിഹാരമോ ഒരു നന്മയോ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ സുരക്ഷയോ അതൊന്നുമല്ല പലപ്പോഴും ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ളവരുടെ പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക. ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ കക്ഷികൾ ആശ്രയിക്കുന്ന ആരെയാണെന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം വരിക. അതായത് രാഷ്ട്രീയ കക്ഷികള് അവിടെ ഇലക്ഷൻ സമയത്ത് തന്റെ പ്രചരണത്തിന് ഇറങ്ങാനായിട്ട് ആളുകളെ ഒപ്പിക്കാനായിട്ട് പാടുപെടുന്ന സന്ദർഭത്തില് അവിടെ ആ ഒരു പ്രചരണത്തിന് ഇറങ്ങുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ലഹരിയുടെ അടിമയായിട്ടുള്ള ഒരുത്തനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ശൃംഖലയിൽപ്പെട്ട ഒരാളോ അവന്റെ ഒരു അനുയായി ആയിട്ട് അല്ലെങ്കിൽ അവിടെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിന് ലഹരിക്കെതിരെ സംസാരിക്കാനായിട്ട് സാധിക്കത്തില്ല. അത് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളെ എല്ലാം തന്നെ ഈ വിഷയത്തില് അവിടെ നിശബ്ദരാക്കുന്നത്. അതായത് തങ്ങളുടെ രാഷ്ട്രീയ കക്ഷികളിൽ അനുഭാവം പുലർത്തുന്ന ആൾക്കാരിൽ പലരും ഈ ലഹരി ഉപയോഗത്തിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്നവരായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ നേതാക്കൾക്ക് അവിടെ തുറന്ന ഒരു പറച്ചിലില് അല്ലെങ്കിൽ തുറന്ന നിലപാടുകൾ ഈ വിഷയത്തിൽ എടുക്കാൻ സാധിക്കാതെ പോകുന്നത്. അതൊരു വാസ്തവം തന്നെയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ക്രൈസ്തവർ വളരെ ബുദ്ധിപൂർവം തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക തന്നെ വേണം. ഇന്ന് വരെയും ക്രൈസ്തവ സമൂഹം ഇവിടെ ജീവിച്ചത് തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ്. നാളെയും ആ സ്ഥിതിക്ക് മാറ്റം വന്നുകൂടാ. അനർഹമായത് വെട്ടിപ്പിടിക്കാൻ ക്രൈസ്തവർ ഒരിക്കലും രംഗത്തിറങ്ങില്ല. പക്ഷേ അർഹമായത് ലഭിക്കണം. അതിനായി ജാഗ്രതയോടെ വോട്ടവകാശം വിനിയോഗിക്കണം. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ പറഞ്ഞ ഇക്കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, കേരളത്തിന്റെ വികസനം എടുക്കുക. കേരളത്തിന്റെ വികസനം നമ്മുടെ പശ്ചിമഘട്ടം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് നോക്ക്. നമ്മൾ ഏകദേശം 50 വർഷം പിന്നിലാണ് പല കാര്യങ്ങളിലും. അടിസ്ഥാന വികസന സൗകര്യങ്ങളിലടക്കം നമ്മുടെ ത്രിതല പഞ്ചായത്ത് മത്സരങ്ങൾ ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ 50 വർഷം പിന്നോക്കം പോയിരിക്കുന്നു. നമ്മൾ ഈ സോക്കോൾഡ് സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നതിൽ കവിഞ്ഞ് ഇവിടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ, അതുപോലെ യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള സംരംഭകത്വങ്ങള്, വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പുകൾ, ഇതൊക്കെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പല സ്റ്റേറ്റുകളിലേക്ക് നോക്ക്. അവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വികസനത്തിന്റെ സങ്കല്പങ്ങൾ മാറുമ്പോൾ, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഇന്നും ആ പഴയ പടിയിൽ ഇങ്ങനെ ഊന്നി നിന്നുകൊണ്ട് ഇതുപോലുള്ള പെൺവിഷയങ്ങൾ എടുത്ത് അലക്കി ചർച്ച ചെയ്ത് ഈ വിഷയത്തെ എല്ലാം തമസ്കരിക്കുന്നത് നമ്മൾ കാണാതെ പോകരുത്. ചാനലുകാർ ചെയ്യുന്നത്, ഇപ്പൊ നമുക്കറിയാം, അൺഎംപ്ലോയ്മെന്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ പാർലമെന്റിൽ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് വിദ്യാഭ്യാസമുള്ള, ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളിൽ ഏറ്റവും അൺഎംപ്ലോയ്മെന്റ് ഉള്ളത് ക്രിസ്ത്യൻസിനാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എന്നാൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി അവരെ കുറെ കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇനി ചാനൽ റേറ്റിംഗിന് വേണ്ടി ചാനലുകാര് ഇത്തരം വിഷയങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നു. അതായത് ഈ എരിവും പുളിയുമുള്ള വിഷയങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ച് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ അവർ നോക്കുന്നു. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മതത്തിന്റെ പേരിൽ ഈ ആക്രോശങ്ങൾ നടത്തിക്കൊണ്ട് നമ്മളെ മന്ദബുദ്ധികളാക്കി മാറ്റുന്നു. ആ രീതിയിൽ നമ്മളെ തമസ്കരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് അരങ്ങേറുന്നു. പക്ഷെ നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റുന്നു? നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് തലപണയം വെച്ച രാഷ്ട്രീയ അടിമത്തത്തിലാണ്. ഈ മത്സ്യം വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, വെള്ളം വിഷമയമായി കഴിഞ്ഞാൽ മത്സ്യം ചത്തുപോകും. ഇവിടെ ഇപ്പൊ ഈ സമൂഹം ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ചേക്കേറി തലപണയം വെച്ച് നടക്കുകയാണ്. പക്ഷെ നമുക്കറിയാവുന്നതാണ്, അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിഷജന്യമായ അവസ്ഥ അവരുടെ നാശത്തിലേക്കാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ അസൗകര്യങ്ങളെക്കാൾ അവർക്ക് ഈ അടിമത്തത്തിന്റെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അടിമ മനോഭാവം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. റോബിനെ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വതന്ത്രമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും.
അത് ചിലപ്പം ആ പാർട്ടി അല്ല ഈ പാർട്ടി ആ മുന്നണി എന്നുള്ളതല്ല. ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചില അസൗകര്യങ്ങളുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ആഗ്രഹിക്കുന്ന ഈ അടിമത്തത്തിന്റെ ഈ പരിമിതമായ സൗകര്യങ്ങൾ അതിലങ്ങനെ രമിച്ചു പോകാമെന്നാണെങ്കിൽ അതൊരു അടിമ മനോഭാവമാണ്. അത് മാറ്റണം നമ്മുടെ സമൂഹം. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്ത ആഴ്ച.